ആഗോള കത്തോലിക്ക തിരുസഭ നവംബർ മാസം മരിച്ചവരുടെ മാസമായിട്ട് ആചരിക്കുന്നു. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് ഈ ഒരു മാസം മാറ്റി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ശരീരത്തിൽ നിന്നും വേർപെട്ടവരായ ആത്മാവിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതായത് സുമതി വളവ്, നോള തുടങ്ങിയ പല സിനിമകളും അവിടെ സംഭവിച്ചിരിക്കുന്ന ആത്മാവ് ശരീരം വേർപെട്ടിട്ടില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. തിരിച്ചു പോയിട്ട് തിരിച്ചു വന്നതല്ല. ശുദ്ധീകരണ സ്ഥലത്തെ പറ്റി ഒരു ലേഖ വിവരണം തരാമോ? മരിച്ച ഉടനെ സംഭവിക്കുന്ന ആത്മാവ് ആഗോള കത്തോലിക്ക തിരുസഭ നവംബർ മാസം മരിച്ചവരുടെ മാസമായിട്ട് ആചരിക്കുന്നു. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് ഈ ഒരു മാസം മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ചില സംശയങ്ങൾ അച്ഛനോട് ചോദിക്കാമെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ സംശയം, ഒരാൾ മരിച്ചു കഴിയുമ്പോൾ ശരീരവും ആത്മാവും തമ്മിൽ വേർപെടുന്നു എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ മരണം എന്ന് പറയുന്നത് തന്നെയാണ്. അങ്ങനെ വേർപെടുന്ന ഒരു ആത്മാവിനെ രണ്ടാമത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു സംശയം. ആദ്യം തന്നെ ആഗോള കത്തോലിക്ക സഭയിൽ നവംബർ മാസം മരിച്ചവരുടെ പ്രത്യേകിച്ച് ഓർമ്മിക്കുന്നുണ്ട്. നമ്മൾ സീറോ മലബാർ സഭയിൽ നമ്മുടെ ദിനാകാലത്തിന്റെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് സകല മരിച്ചവരുടെ തിരുനാളായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലത്തീൻ സഭ ആരാധനാക്രമം അനുസരിച്ചാണ് നവംബർ 2-ാം തീയതി സകല മരിച്ചവരുടെ തിരുനാളായിട്ട് ആചരിക്കുന്നത്. എങ്കിലും നവംബർ മാസത്തിൽ ആഗോള കത്തോലിക്ക സഭയിൽ നമ്മുടെ ഉൾപ്പെടെ മരിച്ചവരെ പ്രത്യേകം ഓർമ്മിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ചേട്ടൻ പറഞ്ഞ സംശയത്തിലൊന്ന്, ഈ മരിച്ചൊരു ആത്മാവ് നമ്മുടെ കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് മരണത്തിൽ സംഭവിക്കുന്നത് ആത്മാവ് ശരീരത്തോട് വേർപിരിയുകയാണ് ചെയ്യുന്നത്. ശരീരം ഇവിടെ അവശേഷിക്കുന്നു, ആത്മാവ് ദൈവത്തിന്റെ പക്കലേക്ക് തിരിച്ചു പോകുന്നു എന്നുള്ളതാണ്. അവിടെ അതിനുശേഷം വരുന്നത് വിധിയാണ്. വിധി എന്ന അത് തന്നെ പൊതുവിധി, തനത് വിധി എന്ന രണ്ട് തരത്തിലാണ് നടക്കുന്നത്. മരിച്ച ഉടനെ സംഭവിക്കുന്ന ആത്മാവ് ദൈവത്തിന് മുൻപിൽ ആദ്യം തനത് വിധിക്കാനായിട്ടാണ് ചെന്നിരിക്കുന്നത്. അവിടെയാണ് സ്വർഗമാണോ നരകമാണോ ശുദ്ധീകരണ സ്ഥലമാണോ എന്ന് നിശ്ചയിക്കപ്പെടുന്നത്. ഈ ആത്മാവിനെ സംബന്ധിച്ച് ആദ്യം പറയാം. ആത്മാവ് ഒരു കാരണവശാലും ശരീരം വേർപിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വരാൻ പറ്റത്തില്ല. സഭ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ആത്മാവ് ശരീരം ഉള്ളപ്പോൾ മാത്രമേ ഈ ലോകത്തിൽ വരാനും ഇവിടെ ആയിരിക്കാനും പറ്റുള്ളൂ. നമ്മുടെ കൃത്യമായ ആൻസർ തന്നെയാണ്. ആത്മാവിൽ ഒരിക്കലും തിരിച്ചു വരാനോ ഈ ശരീരത്തിൽ പ്രവേശിക്കുവാനോ ഈ ലോകത്തിലൂടെ നടക്കുവാനോ പറ്റത്തില്ല. ആത്മാവ് വിധിക്കായിട്ട് തൈമുരാനെടുത്തു പോവുകയും വിധി സ്വീകരിച്ച ശേഷം അത് സ്വർഗത്തിലോട്ടാണ്, സ്വർഗത്തിലേക്ക് അന്നേരം തന്നെ പോകും. ഇല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിലോട്ട് പോകും, ഇല്ലെങ്കിൽ നരകത്തിലോട്ട് പോകും. ഇതാണ് ആത്മാവിന്റെ സ്ഥിതി എന്ന് പറയുന്നത്. അങ്ങനെ ആത്മാവ് ശരീരത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തില് ലാസർ മരിച്ചിട്ട് 4-ാം ദിവസം കർത്താവ് ലാസറിനെ ഉയർപ്പിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ അതിനെ വിശ്വസിക്കേണ്ടത്? ഏത് തരത്തിലാണ് അത് പരസ്പരം ബന്ധപ്പെടുത്തേണ്ടത്? ലാസറിന്റെ മരണത്തെ കുറിച്ച് ഈശോനെ പറയുന്നത് അവൻ ഉറങ്ങുകയായിരുന്നു. പിന്നെ 2-ാം മിനിറ്റ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ദൈവത്തിന്റെ മുഖത്ത് വെളിപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണ്. ഈ ലാസർ പിന്നെ മരിച്ചിട്ടുണ്ട്. ലാസർ പിന്നെ മരിച്ചു, പിന്നെ തിരിച്ചു വന്നിട്ടില്ല. അപ്പൊ ആ ആത്മാവ് എന്നാൽ ആ മരണം എന്ന് പറയുന്നത് ആ ഒരു അർത്ഥത്തിൽ മാത്രമേ എടുക്കാവുള്ളൂ. അപ്പൊ ആത്മാശയം എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ സംഭവിച്ചിരിക്കുന്ന ആത്മാവ് ശരീരം വേർപെട്ടിട്ടില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. തിരിച്ചു പോയിട്ട് തിരിച്ചു വന്നതല്ല. അപ്പൊ അതാണ് പറഞ്ഞത്. അത് എന്താ പറയുക, ഈ ഉയിർപ്പല്ല ശരിക്കും എന്ന് പറഞ്ഞാൽ. അത് എന്താ പറയുക, ആ ബോഡി പിന്നെയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ആത്മാവ് ശരിക്കും അത് പോയി എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതാണ് പറയുന്നത്. അപ്പൊ അത് പിന്നീട് 2-ാമത്തെ ലാസർ മരിച്ചപ്പോഴാണ് മരിക്കുകയും ആത്മാവ് ശരീരത്തിൽ വേർപെട്ട് പോവുകയും ചെയ്തിരിക്കുന്നത്. അതാണ് അങ്ങനെ യഥാർത്ഥത്തിലെങ്കിൽ. അതുകൊണ്ട് അല്ലാണ്ട് ആ മരിച്ച ആത്മാവിനെ തിരിച്ചു ദൈവം കൊണ്ടിരുന്നു എന്നുള്ള ഒരു അർത്ഥം നമുക്ക് അങ്ങനെ എടുക്കണ്ട. ഇന്ന് നമ്മൾ കാണുന്ന മരണത്തിന്റെ അർത്ഥത്തിലല്ല അത് കണ്ടിരിക്കുന്നത്. ഈശോനെ പറഞ്ഞുകൊണ്ട് അവൻ മരിക്കുകയല്ല, മരിച്ചിട്ടില്ല, എണീക്കും എന്ന് പറയാനുള്ള കാരണം അത് തന്നെയാണ്. പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനം വിശ്വസിക്കുന്നത് ദൈവത്തിന് സാധ്യമായിട്ടൊന്നുമില്ല. അപ്പൊ അങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവമാണ് ആത്മാവിന് ഏത് സമയത്ത് പിരിയണമെന്ന് തീരുമാനിക്കുന്നതും തിരിച്ചു വരുന്നുമില്ല. പക്ഷെ ഈ ഒരു അർത്ഥത്തിൽ ആത്മാവ് വേർപിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു തരില്ല എന്നുള്ളത് തന്നെയാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. ദൈവം കാരുണ്യവാനാണ്, കരുണാമയനാണ് എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അത് തന്നെ നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. അപ്പോൾ അന്ത്യവിധി നാളില് ദൈവം വിധിക്കുന്ന സമയത്ത് ദൈവത്തിൽ നിന്നും കരുണ പ്രതീക്ഷിക്കേണ്ടെന്നാണ് നമ്മൾ സഭ പഠിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അത് ശരിയാണ്. ഞാൻ ഒന്ന് സ്വർഗം നരകം ശുദ്ധീകരണ ഇതിനെ കുറിച്ച് സഭയുടെ ഒരു പഠനം മനസ്സിലാക്കുന്നുള്ളതാണ്. ഈ മരിച്ച് ആത്മാവ് വേർപിരിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നടക്കുന്ന വിധി തന്നത വിധി എന്ന് പറയുന്ന വിധിയാണ്.
ആ സമയത്ത് തന്നെ ദൈവം ഒരാൾക്ക് സ്വർഗമാണോ നരകമാണോ ശുദ്ധീകരണ സ്ഥലമാണോ നിശ്ചയിക്കും. പ്രസാദപരാവസ്ഥയിൽ മരിച്ച ഒരാൾ സ്വർഗത്തിലോട്ട് പോകും. എന്നാൽ പൂർണ്ണമായ പ്രസാദപരാവസ്ഥയിലല്ലാതെ ലഘുഭാവങ്ങളോടുകൂടി മരിച്ച ഒരാളെ ഈ ശുദ്ധീകരണത്തിന് വേണ്ടി നമ്മുടെ ശുദ്ധീകരണ സ്ഥലത്തോട് വിടും. പിന്നെ മൂന്നാമത്തെ ആളാണ് ഈ നരകത്തിലോട്ട് പോകുന്നത്. നരകത്തിലോട്ട് പോകുന്ന ആളെ കുറിച്ച് നരകം ദൈവം വിധിക്കുന്നതല്ല, മറിച്ച് ഒരു മനുഷ്യൻ അത് തിരഞ്ഞെടുക്കുക ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന നന്മയുണ്ടെന്ന് അറിയാമായിരുന്നു, ഇതാണ് ചെയ്യുന്നത് കൃത്യമായിട്ട് അറിയാമായിരുന്നു, ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ട് അതിനെ നിഷേധിച്ചിട്ട് അയാൾ തന്നെ നേടിയെടുക്കുന്നതാണെന്ന് പറയാം ഈ നരകം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പിന്നെ കരുണ കാണിക്കാൻ ദൈവത്തിന് ഒരു അവസരം ഇല്ല. കാരണം അതിന് ഒരുപാട് അവസരങ്ങൾ അത് ഉണ്ട്. നമ്മൾ പറഞ്ഞിട്ട് ഈ മരിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് തന്നെ ശുദ്ധീകരണത്തിന്റെ ആളുകളാണെങ്കിൽ പോലും പുള്ളി പിന്നെ അവിടെ നിന്ന് എന്തേലും ചെയ്തോ പ്രാർത്ഥിച്ചോ സ്വർഗത്തിലോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നരകം എന്ന് പറയുന്നത് കാരണം ദൈവത്തിന് ചെയ്യാൻ അസാധ്യമാവുന്ന രീതിയിൽ ഇയാൾ തന്നെ നേടിയതാണ്. ദൈവം അല്ലെങ്കിൽ ഒരാളെ പിടിച്ച് നമ്മൾ കാണുന്ന പോലെ സർക്കാരത്തിൽ വലിച്ചെറിയൊന്നും വരെ ചെയ്തിട്ടുണ്ട്. ആ വിധി പറയുന്ന സമയത്ത് അയാൾ ചെയ്ത പ്രവർത്തികളനുസരിച്ച് അയാൾക്ക് അങ്ങോട്ടേ പോകാൻ പറ്റുകയുള്ളൂ. അതിന്റെ കരുണയുടെ മുഖം എന്ന് പറയുന്നത് അവസരം കിട്ടിയ സമയത്തും സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തും ചെയ്യേണ്ടിയിരുന്നു. അവസാന വിധി വേറെ കാര്യങ്ങൾ. തനത് വിധിയും പൊതുവിധിയും ഒരു വ്യത്യാസമില്ല. വിധി ഒറ്റ ഓർമ്മയുള്ളൂ. തനത് വിധിയിൽ വെച്ച് അത് തന്നെ പൊതുവിധിയിലും നടക്കുകയുള്ളൂ. അതിൻ്റെ അത് മാറ്റാം, വിധിക്ക് മാറ്റമില്ല. പൊതുവിധി വരാതെ സംഭവിച്ചാൽ ഈ ശുദ്ധീകരണ സ്ഥലത്തിൽ ഉള്ള ആളുകൾ ശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിലൂടെ കയറാം. അത് അതുകൊണ്ട് നരകത്തിന്റെ കരുണ അങ്ങനെ പഠിപ്പിക്കുന്നു വെച്ചാൽ കാരണം അത് ഹൃദയത്തിൽ പഠിപ്പിക്കാൻ കാരണം ഇത് തന്നെ. അതുകൊണ്ട് ലോകത്തിൽ നന്നായിട്ട് ജീവിച്ച് മരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ ദൈവം തരുന്നതല്ല, നമ്മൾ ഏറ്റെടുക്കുന്നതാണ്. അത് കൃത്യമായി പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഇത്തരത്തിൽ ചാൻസ് ചെയ്യുന്നു, അവസരങ്ങൾ തന്നു, നിങ്ങൾ ഇതൊക്കെ ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾ അവിടെ ആയിപ്പോയി. അത് പിന്നെ അതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. അത് ദൈവം പിന്നെ കരുണ കാണിക്കാൻ പറ്റിയ സാഹചര്യത്തിലല്ല അവർ ജീവിക്കുന്നത്. കാരണം അത് ഈ ലാസറിന്റെയും തനിക്കിന്റെ ഒരു വ്യക്തിയോട് പറയുന്നുണ്ടല്ലോ, കാരണം നീ അത് ചെയ്തുകൊണ്ടാണ് നീ ഇവിടെ ആയിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല ഇനി. കാരണം ദൈവം കാരണം ഞാനായിട്ട് വിധിച്ചല്ല, നീ ആയിട്ട് ഏറ്റെടുത്തതാണ് എന്ന് തന്നെ പറഞ്ഞാൽ അവസാനിക്കാതായിരിക്കും. കൃത്യമായ ഒരു ഉത്തരം അവിടെ തന്നെ ദൈവം തന്നെ കിടക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അച്ഛാ, ഒരു ചോദ്യമുണ്ട്. ഈ മരിച്ച ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് പ്രാർത്ഥിക്കണമെന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് കല്ലറകളിൽ പോയി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നുണ്ടോ? നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള സഭയുടെ ആദ്യകാലത്തിലുള്ള പാരമ്പര്യമാണ്. പഴയ നിയമത്തിൽ പോലും അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ അല്പസമയം മുമ്പ് പറഞ്ഞു, തനത് വിധിയിൽ സ്വർഗം, നരകം, ശുദ്ധീകരണ 3 സ്ഥലങ്ങളാണ് ഉള്ളത്. ശുദ്ധീകരണ സ്ഥലമല്ല, അതൊരു അവസ്ഥയാണ്. അപ്പൊ അങ്ങനെ ശുദ്ധീകരണ സ്ഥലത്ത് വെച്ചിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ശുദ്ധീകരണ സ്ഥലത്ത് വെച്ചിരിക്കുന്ന ആത്മാക്കൾക്ക് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമ്മളതിനെ കുറിച്ച് എന്തെങ്കിലും കൊച്ചു കൊച്ചു പാപങ്ങളേ ഉള്ളൂ. പക്ഷെ അവർ സ്വർഗത്തിലേക്ക് പോകണം. പക്ഷെ അതിന് നമ്മളുടെ പ്രാർത്ഥനകളും നമ്മുടെ എൻ്റെ വിമോചനവും ദാനധർമ്മം തുടങ്ങിയ കാര്യങ്ങളിലൂടെയാണ് ഈ ആത്മാക്കളെ നമുക്ക് സ്വർഗത്തിലേക്ക് കയറ്റിവിടാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. നരകത്തിൽ ഒരുവരെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്നാണ്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ സഭ എന്ന് പറയുന്നത് ഈ നമ്മൾ പുണ്യവാന്മാരുടെ ഐക്യമെന്ന് പറയും. എന്ന് പറഞ്ഞാൽ സഭ എന്ന് പറയുന്നത് ഈ കൂടിയുള്ള സഭ മാത്രമല്ല, അതിന് സമരസഭ, സഹനസഭ, വിജയസഭ എന്ന് 3 തരത്തിൽ സഭയെക്കുറിച്ച് പറയാറുണ്ട്. അപ്പൊ സ്വർഗത്തിലെത്തിയിരിക്കുന്ന വിജയസഭയിലാണ്. സമരസഭ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നമ്മുടെ ഈ യുദ്ധമാണല്ലോ, തീർത്ഥാടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സഹനസഭയാണ് ശുദ്ധീകരണ സ്ഥലം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെല്ലാം ഒരു കുടുംബം പോലെയല്ല, സഭ ഒന്നാണെന്ന് പറഞ്ഞില്ല. അപ്പൊ പരസ്പരം പ്രാർത്ഥിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. നമ്മൾ സ്വർഗത്തിലൂടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ ശുദ്ധീകരണ സ്ഥല ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള അർത്ഥം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് അവർ സ്വർഗത്തിലേക്ക് പോകുന്നത്. ഈ 2 കാര്യം നമുക്ക്, ഒന്ന് നമ്മളോട് പ്രാർത്ഥിക്കുന്നതിന്റെ അർത്ഥം ഇതാണ്. 2, അവർക്ക് ഈ മരിച്ച ശുദ്ധീകരണ ആത്മാക്കൾക്ക് അവർക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. അത് നമുക്കേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കല്ലറകളിൽ പോയി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതിൻ്റെ അകത്ത് നമ്മൾ ഇത്രയും ഓർമ്മിക്കുക 2 തരത്തിൽ കാണാം. വിശുദ്ധരുടെ കബറിടങ്ങളിലൊക്കെ നമ്മൾ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പറഞ്ഞാൽ ആ വിശുദ്ധരായിരിക്കുന്നത് അവരുടെ കബറിടങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ നമ്മൾ തിരുശേഷിപ്പ് എന്ന് പറയുന്നൊരു അർത്ഥം നമ്മളൊക്കെ കൊടുക്കുന്നുണ്ട്. അവരുടെ ഓർമ്മകളെ അവശേഷിക്കുന്നതിൽ പോയി അവിടെ തൊട്ട് വിശുദ്ധമെന്ന് നമ്മൾ കരുതി പ്രാർത്ഥിക്കുമ്പോൾ അതിനുള്ള അർത്ഥം മാനുഷികമായ രീതിയിൽ തന്നെ അല്പം കൂടി ഒരു ശ്രേഷ്ഠത കൊടുക്കുന്നു. അതാണ് നമ്മൾ മനുഷ്യരെ നമ്മുടെ കല്ലറകളിൽ പോയി പ്രാർത്ഥിക്കുന്ന ദേവാലയങ്ങളിൽ നമ്മൾ ഒപ്പീസ് ദേവാലയം വണ്ടിയിൽ ഒപ്പീസ് ഇടുന്നുണ്ട്. നമ്മുടെ മരിച്ച വിശ്വാസികൾ പോലെ നമ്മുടെ കുടുംബങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കല്ലറ എന്ന് പറയുന്നത് ഒരു സാദൃശ്യമായിട്ടും പിന്നെ നമ്മുടെ ഓർമ്മകളുടെ വലിയ ഒരു ഇതാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ വ്യക്തി കൂടുതൽ ഓർമ്മിക്കുന്നത്. അതേപോലെ നമുക്കറിയാം ദേവാലയങ്ങളുണ്ട്. ദൈവം എല്ലായിടത്തും ഉള്ളതെന്ന് പറയും. പക്ഷെ നമ്മൾ ദേവാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തെ പ്രത്യേകം അനുസ്മരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ദേവാലയങ്ങൾ വന്നിരിക്കുന്നത്.
അതുപോലെ തന്നെ നമുക്ക് അതിനെ ആ ഒരു അർത്ഥത്തിലും എടുക്കാം. മരണം മൂലം വേർപെട്ടു പോയ ഒരാത്മാവ് കൂദാശകൾ സ്വീകരിക്കാതെയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണമായും വിശദീകരണം ലഭിക്കുമോ? കൂദാശകൾ സ്വീകരിക്കാതെ ഒരാൾ മരിച്ച കാര്യമാണ് ചോദിച്ചത്. അല്പം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, പൊതുവിധിയിലും പ്രത്യേകിച്ച് തനത് വിധിയിൽ നമ്മളൊന്ന് സ്വർഗമോ നരകമോ ശുദ്ധീകരണത്തിന് സ്ഥലങ്ങളാണുള്ളത്. അപ്പോൾ ആ വിധി എന്ന് പറയുന്നത് പ്രസാദ അവസ്ഥയിൽ മരിച്ച ഒരാൾ സ്വർഗത്തിലോട്ട് പോകുന്നു, അതിൽ ചെറിയ കുറവുകളുള്ള ആളുകൾ ശുദ്ധീകരണ കർമ്മത്തിനായിട്ട് ശുദ്ധീകരണ സ്ഥലത്തേക്ക് വിടുന്നു, മൂന്നാമതൊരാളെ നരകത്തിന് വിടുന്നു. സാധാരണഗതിയിൽ പ്രസാദാവസ്ഥയിൽ ജീവിക്കാതെ നരകത്തിലേക്ക് പോയ ഒരാളെ കൃത്യമായിട്ട് സ്വർഗം ലഭിക്കുന്നുണ്ട്, തിരിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ആർക്കും സാധിക്കത്തില്ല. എന്നത് നരകം എന്ന് പറയുന്നത് അയാൾ തിരഞ്ഞെടുത്തതാണ്, ദൈവം പൊട്ടതല്ല. നരകത്തിൽ പോയ ആത്മാവ് നരകത്തിലാണ്. പിന്നെ ഈ ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല അയാൾ നരകത്തിൽ പോയോ ഇല്ലയോ എന്നത്. അവസാന വിധിയുടെ സമയം അയാൾക്ക് മാനസാന്തരം ഉണ്ടാവുകയും അയാളെ മുൻകാലത്തിന് എന്തെങ്കിലും നന്മകളുണ്ട്, അതിന് വിധത്തിൽ ദൈവം അയാൾക്ക് എന്താണ് വിധിച്ചതെന്ന് അറിയത്തില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരുപക്ഷെ അയാള് നമ്മൾ കാണുന്ന പോലെയല്ല, അതിന്റെ അപ്പുറത്ത് ഒരാൾ നന്മ ചെയ്തിട്ടുണ്ടാവാം. ശുദ്ധീകരണത്തിനാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന വഴി അയാൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. അതുകൊണ്ട് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം തീർച്ചയായിട്ടും. പിന്നെ കൂദാശകൾ സ്വീകരിക്കാത്തതിന് വേണ്ടി മാത്രം നരകത്തിൽ പോയി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് മരിച്ചു എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ദിവസത്തിൽ ഇനി ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ വഴി, നമ്മുടെ തന്റെ വിമോചന പ്രാർത്ഥനകൾ വഴി, നമ്മുടെ ദാനധർമ്മങ്ങൾ വഴി ഇയാൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റും. ശുദ്ധീകരണ സ്ഥലത്തെ പറ്റി ഒരു വിവരണം തരാമോ? നമ്മള് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എന്താണ് ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് നമ്പർ 1030 അതിങ്ങനെ പറയുന്നത്: ദൈവത്തിന്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടവരെങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ്. എന്നാൽ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ ആവശ്യമായ വിശുദ്ധി നേടുന്നതിന് വേണ്ടി അവർ മരണാനന്തരം ശുദ്ധീകരണത്തിന് വിധേയരായി തീരുന്നു. അതായത് പറഞ്ഞു വെച്ചാൽ പൂർണ്ണമായിട്ട് അങ്ങനെ ചെയ്യാത്ത ആളുകള് വിശുദ്ധിയോടുകൂടി അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. അപ്പൊ അതിനെക്കുറിച്ചൊരു കേട്ടിരിക്കുന്ന കാരണം ഒരു കുഞ്ഞ് നമ്മൾ കിടക്കാൻ വരുന്നതിന് മുമ്പ് ശകലം ചെളി കൊണ്ടുകൂടി നല്ല കിടക്കയാണ്. അപ്പൊ കുഞ്ഞ് അതേപടി അവിടെ കയറ്റി കിടത്തുകയില്ല, അതിനെ കൊണ്ടുപോയി കഴുകി കുളിപ്പിച്ച് വൃത്തിയായിട്ട് കയറ്റും എന്ന് പറഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പുറത്തുള്ള ശകലം ചെളി കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതേപോലെ തന്നെയാണ്. അപ്പം ചില കാര്യങ്ങൾ അദ്ദേഹം ശുദ്ധീകരണ കർമ്മത്തിന് വിധേയരാകേണ്ടുള്ളവരാത്മാക്കളെ പ്രവേശിപ്പിക്കുന്ന സ്ഥലമാണ്. സ്ഥലത്തിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിപ്പിച്ചാൽ അതൊരു അവസ്ഥയാണ് ശുദ്ധീകരണ കർമ്മം എന്ന് പറയുന്നത്. അപ്പം ശുദ്ധീകരണം കഴിയുമ്പോൾ ആ ആത്മാവ് സ്വർഗത്തിലേക്ക് കയറും. ആ ശുദ്ധീകരണത്തിലൂടെ അത് വ്യക്തമായിട്ട് പറയുന്നത് പൂർണ്ണമായ സ്വർഗത്തിന് അർഹമായ രീതിയിലല്ലായിരുന്നു മരിക്കുന്ന സമയത്ത്. അപ്പൊ അതുകൊണ്ട് ആ ആള് ശുദ്ധീകരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു എന്നാണ്. ആ അവസ്ഥയിലുള്ള ആത്മാക്കൾ ചെയ്യുന്ന സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം. അവിടുത്തെ ആത്മാക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത്. അവർ സ്വർഗത്തിലോട്ട് കയറാനുള്ളവരാണ്. നമ്മുടെ പ്രാർത്ഥന അനുസരിച്ചായിരിക്കും അവർ സ്വർഗത്തിലേക്ക് കയറുന്നത്. രണ്ട്, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് അവർക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാനോ ഒന്നും ചെയ്യാനോ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിന് ആവശ്യകതയെക്കുറിച്ചും സഭ പഠിപ്പിക്കുന്നത്. ഫാദർ, ഞാൻ എൻ്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ഒരാൾക്ക് വേണ്ടി ഒരു കുർബാന ജനിക്കാൻ വേണ്ടി ഒരു വൈദികനെ പണം ഏൽപ്പിച്ചാൽ ആ വൈദികൻ ആ ആത്മാവിന് വേണ്ടി തന്നെ ആ കുർബാന അർപ്പിച്ചു എന്ന് എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും? മരിച്ചവർക്ക് വേണ്ടി കുർബാന ചൊല്ലിക്കുന്ന കാര്യമാണ് ചോദിച്ചത്. ആ ആൾക്ക് വേണ്ടി തന്നെ കുർബാനയുടെ എത്തിയോ ചൊല്ലിയോ എന്ന് നമുക്കറിയാൻ പറ്റുമെന്ന് പറയാം. കുർബാന നിയോഗങ്ങളെ കുറിച്ച് പറയുന്നത്, ഒന്ന്, നമ്മുടെ കുർബാന നിയോഗം കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ അച്ഛൻ്റെ ഉത്തരവാദിത്വമാണ്. ആ കുർബാന ഏറ്റെടുത്തിയ ആളുടെ ഉത്തരവാദിത്വമാണ് അത് ചൊല്ലി തീർക്കാറുള്ളത്. അത് നമ്മളെ കൊടുക്കുന്നയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ദൗത്യം തീർന്നു. രണ്ട്, അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഒരച്ഛൻ നമുക്കൊരു വലിയ ഇടവകയിലാണ് ഒത്തിരി പേര് ചിലപ്പോൾ നിയോഗങ്ങൾ കൊണ്ടുവരും. എല്ലാവർക്കും വേണ്ടി ഒരച്ഛനെ സംബന്ധിച്ച് ഒരു ദിവസം ഒരു കുർബാന ഒരു നിയോഗമേ വെക്കാൻ അനുവാദമാണ്. നമുക്ക് ഇപ്പോൾ അച്ഛൻ എത്ര കുർബാന കിട്ടിയാലും പൈസ കുർബാനയുടെ പണം എന്ന് പറയുന്നത് ഒരു കുർബാനയുടെ പണമേ കുർബാന ധർമ്മം എന്നാണ് അത് എടുക്കാൻ പറ്റുന്നത്. ഇതിൽ കൂടുതലുള്ള കുർബാനകൾ അത് കുർബാന നിയോഗങ്ങളില്ലാത്ത അച്ഛന്മാർക്ക് കൊടുക്കുക ചെയ്യുന്നത്. സാധനം നമ്മൾ രൂപതയിൽ എത്തിച്ച് രൂപതയിൽ നിന്നാണ് സാധനം കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ കൊടുത്തു എന്നുള്ളത് നമ്മുടെ നിയോഗം വെച്ച് കൊടുക്കുമ്പോൾ തന്നെ അതിൽ തന്നെ അത് പൂർണ്ണമാണ്. അങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കുക. അതിനത് മാറ്റങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ നമുക്കിപ്പം ഈ സ്പെഷ്യലായിട്ട് ചിലപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മുടെ ആ ഒരു മരിച്ച ആൾക്ക് വേണ്ടി കുർബാന നമ്മൾ തന്നെ ചെല്ലുമ്പോൾ അച്ഛൻ വന്ന് ചെല്ലി അപ്പം നമുക്ക് ഉറപ്പാണ്. മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് കുർബാന നിയമങ്ങൾ ഒരുപാട് കുർബാന നിയമങ്ങൾ വരുന്നുണ്ട്. നമ്മളത് അതിൻ്റെ ഒരു നമ്മളെ പഠിപ്പിക്കുന്നതും വിശ്വസിക്കുക. നമ്മൾ ആ കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ദൗത്യം നിർവഹിച്ചു കഴിഞ്ഞാൽ
പിന്നെ 2 കുർബാന പണം നമ്മൾ കൃത്യമായിട്ട് ചൊല്ലി തീർക്കൊച്ചമാരാണ്. കാരണം അതിൻ്റെ നമുക്ക് ദർശന്മാർക്ക് അതിൻ്റെ വേറൊരു കാര്യത്തിനും കുർബാനയുടെ പണം ഉപയോഗിക്കാനും പറ്റില്ല. അച്ഛൻ ചൊല്ലി തീർക്കാകുമ്പം ഒരു ദിവസം വരെ നമ്മുടെ ഇവിടുത്തെ നിയമം അനുസരിച്ച് 30 ദിവസം 30 കുർബാന ചെല്ലാൻ പറ്റില്ല. അച്ഛൻ നിയോഗം വെച്ച് എഴുതിയാൽ പറ്റില്ല. ബാക്കിയുള്ള നിയോഗങ്ങൾ നമ്മൾ തിരിച്ച് ഏൽപ്പിക്കുകയും അത് ബാക്കിയുള്ള കുർബാന നിയമങ്ങളില്ലാത്തവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പിന്നെ രണ്ടാമത് വിശ്വസിക്കേണ്ടത് അങ്ങനെ കൊടുക്കുന്നവർ തന്നെ അവിടെ തന്നെ ആരോഹിക്കപ്പെടുന്നുണ്ട്. അത് ഏതച്ഛൻ എവിടെയാണ് കുർബാന ചെല്ലിയാലോ ആ നിയോഗം വെച്ചാണ് കുർബാന ചെല്ലപ്പെടുന്നത്. കാരണം അച്ഛൻ നിയോഗം വാങ്ങിക്കുമ്പോൾ അത് ഉള്ളിലുണ്ട്. നമുക്കപ്പോൾ നമ്മൾ കൃത്യമായിട്ട് എഴുതി കൊടുക്കാൻ എല്ലാം ഒന്നും പറ്റിയെന്ന് വരില്ല. പക്ഷെ അത് നമ്മൾ കൊടുക്കുമ്പോൾ പൂർണ്ണമാകും എന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം. അച്ഛാ, അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള പല സിനിമകളിലും, അതായത് സുമതി വളവ്, ലോറ തുടങ്ങിയ പല സിനിമകളും പൈശാചികമായിട്ടുള്ള ഒരു അഭിനിവേശം കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാൻ? മലയാളത്തിൽ ഇറങ്ങുന്നുണ്ട്. അതുപോലെ മറ്റു ഈ ഹോളിവുഡ് മൂവീസിലും ഹൊറർ മൂവീസിന് ഭയങ്കര പ്രാധാന്യമാണ്. അപ്പോൾ അതിലെല്ലാം നമ്മൾ പറഞ്ഞു വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ആത്മാക്കൾ തിരിച്ചു വന്നു, മരിച്ചൂരെ ആത്മാവ് വേറെ ശരീരത്തിൽ പ്രവേശിച്ചു എന്നൊക്കെ പറഞ്ഞാണ് പ്രേതങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. നമ്മൾ പറഞ്ഞ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന ഒരു കാരണവശാലും മരിച്ചൂരെ ആത്മാവ് തിരിച്ചു വരാനോ വേറൊരു ശരീരത്തിൽ പ്രവേശിക്കുവാനോ സാധിക്കുകയില്ല. കൃത്യമായ പഠനമാണ്. പിന്നെ ഈ നമ്മൾ രണ്ടാമത് മനസ്സിലാക്കേണ്ടത് അതോസനുസരിച്ച് പിശാചികൾ എന്ന് പറയുന്നുണ്ട്, ദുഷ്ടാരൂപി എന്ന് പറയുന്നുണ്ട്, ക്രിസ്തു തന്നെ പുറത്താക്കുന്നുണ്ട്. സഭയിൽ തന്നെ ഔദ്യോഗിക ശുശ്രൂഷയുണ്ട്. ഈ ഭൂതോച്ചാടനം എന്ന് പറയുന്നൊരു ശുശ്രൂഷയുണ്ട്. എന്ന് പറഞ്ഞാൽ പിശാചികൾ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് എനർജിയാണ്. അതുകൊണ്ടെന്നുള്ളത് ഈശോ തന്നെ ചെയ്തതുമാണ്. അത് ഇപ്പോഴും ഉണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ദുഷ്ടാരൂപികൾ പ്രവേശിക്കാനുള്ള സാധ്യതകൾ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ പിശാചുണ്ട്, അതും അരൂപിയാണ്, ശരീരമില്ലാതെ തന്നെ. അതൊരു പക്ഷേ മനുഷ്യ ശരീരം അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് തന്നെയാണ്. മനുഷ്യൻ പ്രവേശിക്കാൻ നമ്മുടെ അനുവാദം വേണം. പ്രേതം നമ്മളങ്ങനെ തെറ്റായ രീതിയിൽ പോയി കഴിയുമ്പോൾ അത് ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിലും പ്രവേശിക്കാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയാണ്. അല്ലാണ്ടത് ഭൂതമോ അല്ലെങ്കിൽ മരിച്ച് നമ്മൾ ആദ്യം വ്യക്തികൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്നത് മരിച്ച് ഒരാളുടെ ആത്മാവ് തിരിച്ചു വന്ന് വേറൊരു ശരീരത്തിൽ കയറുന്നില്ല. സിനിമകളിൽ കാണിക്കുന്ന ഒന്നേ പിന്നെ സൈക്കോളജിക്കൽ കാര്യങ്ങളൊക്കെ എല്ലാം സൈക്കോളജി മനുഷ്യനെ ഭീതി ഇപ്പം മരണം ചെയ്തിട്ട് ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പണ്ടത്തെ പോലെ ഈ പ്രാതങ്ങളെ കുറിച്ച് കാണുന്നു എന്നും കേൾക്കുന്നതാണ്. പണ്ട് കൂടുതൽ ഇരുട്ടിനെയാണ് നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നത്. ഇരുട്ടത്താണ് കണ്ടു പ്രദർശിക്കുന്നത്. ഇപ്പം നല്ല ശതമാനം ലൈറ്റുകളും വെളിച്ചങ്ങളും ക്യാമറകളും എല്ലാം നമ്മളോടി ഇതിന്റെ ഇടയിൽ പ്രേതം പോകുന്നത് കൊണ്ടൊക്കെ പറയേണ്ടതാണ്. അതൊന്നും ഇല്ല. കാരണം ആ കാലഘട്ടം മാറി ശ്രദ്ധിക്കില്ല. പക്ഷെ മനുഷ്യനെ പേടിയിൽ നിന്നുകൊണ്ട് പിന്നെ ദുഷ്ടാരൂപി എന്ന് പറയുന്നത് നമ്മൾ അതിന് പ്രവർത്തിക്കണമെങ്കിലും ഇതങ്ങനെ ശരീരങ്ങൾ വേണം. അങ്ങനെ ശരീരങ്ങളിലൂടെ പ്രവേശിച്ച് പിശാചികൾ അത് ഇത് ചെയ്യുന്നുണ്ട്. അത് പിശാചികൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വാതന്ത്ര്യം ദൈവം തന്നുകൊണ്ടാണ്. ഈ ഫ്രീ വിൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നന്മയും തിന്മയും ഉള്ളപ്പം ഏതും തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം മനുഷ്യ ദൈവം നൽകിയിട്ടുണ്ട്. അതിന് മനുഷ്യൻ ചിലപ്പം ഈ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് തന്നെയാണ് തിന്മയെ തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരും അത് ദുഷ്ടാരൂപി നമ്മൾ പ്രവേശിക്കാനുള്ള സംഭവം നമ്മൾ കൊടുക്കുകയാണ്. അപ്പൊ അത് നമ്മളിൽ പ്രവർത്തിക്കുന്നുമുണ്ട്. നമുക്ക് പുറത്താണ്. അതാണ് എന്താ വെച്ചാൽ ഈ സിനിമകളിലൊക്കെ കാണിക്കുന്നത് ഈ ഒരു തലത്തിൽ ഞാൻ മനുഷ്യന്റെ പേടിയെ അവർ ഒത്തിരി ചൂഷണം ചെയ്യുന്നു. അങ്ങനെ ചില സ്ഥലങ്ങൾ പറയുന്നു. ചിലർ അത് കാണുമ്പോൾ മനുഷ്യന് ഈ പേടിയോടും ഈ അഭൂമിക ശക്തികളോടുള്ള പേടിയും ഭീതിയും ഒക്കെ മനുഷ്യന്റെ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അപ്പൊ അതിനെക്കുറിച്ച് എല്ലാവരും പറയുന്ന സിനിമകളിൽ ഇറങ്ങുമ്പോൾ അത് നമ്മുടെ വിശ്വാസമായിട്ട് കാണേണ്ടത് ഈ രീതിയിലാണ്. ഈ ഒരു ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യരുടെ ആത്മാക്കൾ തിരിച്ചു വന്ന് ഇവിടെ എന്തെങ്കിലും ചെയ്യുമെന്ന് ഒരിക്കലും നമ്മൾ വിശ്വസിക്കേണ്ടതില്ല. സഭ അങ്ങനെ പഠിപ്പിക്കുന്നുമില്ല, അങ്ങനെ സംഭവിക്കുന്നില്ല. ഒരിക്കലും മരിച്ച ആത്മാവ് ശരീരം വേർപിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റത്തില്ല. അതേ ശരീരത്തിൽ പോലും തിരിച്ചു വന്ന് കയറാനും പറ്റില്ല. ആ ശരീരം നമുക്കറിയാം അതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ദഹിപ്പിക്കും. അപ്പോൾ യൂറോപ്പിലൊക്കെ ദഹിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ്. ആ ശരീരം അതിൽ തന്നെ ഭൂമിയിൽ നിന്ന് തീരുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു തരത്തിൽ പഠിച്ച ആത്മാക്കളല്ല തിരിച്ചു വരുന്നത്. ഈ ഒരു പഠനമുണ്ട്. പിശാചുകൾ എന്നുള്ളത് നമ്മളെ വിശ്വസിച്ച് പാലാഹന്മാർ തന്നെ പിശാചുകളായിട്ട് മാറിയതാണ് എന്നുള്ളതാണ്. അവർ അവരുടേതായ രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങളിലൂടെ നടക്കുന്നുണ്ട്. ആ പ്രവർത്തനം നടക്കുമ്പോൾ പോലും നമ്മുടെ അനുവാദത്തോടുകൂടിയാണ്, നമ്മുടെ സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെയാണ് അവർ വരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുമുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഭൂതോച്ചാരണ സഭയിലുണ്ട്. ഈശോ തന്നെ കൃത്യമായിട്ട് ദുഷ്ടാരൂപികളെ പുറത്താക്കി പഠിപ്പിച്ചിരിക്കുന്നുണ്ട്. നമ്മൾ സ്വർഗസ്ഥനായ പിതാവിനെ പ്രാർത്ഥിക്കുന്നത് എന്താണ്? നമ്മളിതുകൊണ്ട് രക്ഷിക്കണമേ എന്ന് തന്നെ പറയും പ്രാർത്ഥിക്കുന്നത്. അത് എന്നെ ഈശോ എടുത്ത് പ്രാർത്ഥന തന്നെ പറയുന്നത്. കാരണം അതില്ല എന്ന് പറയുന്നത്. ഫാദർ, ഞങ്ങൾ അൽമായർ എന്നുള്ള നിലയ്ക്കും വിശ്വാസികൾ എന്നുള്ള നിലയ്ക്കും മരണം, മരണാനന്തര ജീവിതം, സ്വർഗം, നരകം, ശുദ്ധീകരണ സ്ഥലം ഇങ്ങനെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഉള്ളിലുള്ള ചില സംശയങ്ങൾ ഫാദറിനോട് ഇത്രയും നേരം ചോദിക്കുകയായിരുന്നു.
ഇടുക്കി രൂപതയുടെ ചാൻസലർ എന്നുള്ള നിലയ്ക്ക് വളരെ തിരക്കുള്ള ഒരു വൈദികനായിരുന്നിട്ടും ഞങ്ങളുടെ ഈ ചെറിയ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി വളരെ സമയം ചെലവഴിച്ചു. ഞങ്ങളതിന് പ്രത്യേകം അച്ഛനോട് നന്ദി പറയുന്നു. ഞങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കപ്പെട്ടു. തീർച്ചയായിട്ടും നന്ദി പറയുന്നു. നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ ഒത്തിരി നന്ദി. കാരണം നമ്മൾ ദൈവശാസ്ത്രം അല്ലെങ്കിൽ ചോദ്യങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആവശ്യമാണ്. കൂടുതൽ പഠിക്കുക. നമ്മളിപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് ഉത്തരങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. കാരണം പെട്ടെന്ന് ചോദിക്കുന്നു, ലളിതമായ വാക്കുകൾ തന്നെ ഉത്തരമാണ്. ഒരു സഭ ഈ കാര്യങ്ങൾ ചെയ്യാൻ വ്യക്തമായ പഠനങ്ങളുണ്ട്. ഒരു ചെറിയ സംശയ നിവാരണത്തിന് ഉത്തരങ്ങൾ മാത്രമേ നൽകിയിട്ടുള്ളൂ. അതുകൊണ്ട് ഇനിയും നല്ല സംശയങ്ങളുണ്ടെന്നറിയാം. ഇനിയും നിങ്ങൾ നോക്കുമ്പോൾ ഒന്നും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളത് ചോദിക്കുമ്പോഴും ഉത്തരങ്ങൾ പറയുമ്പോഴും നമ്മൾ അതുകൊണ്ട് ആഴത്തിൽ പഠിക്കാൻ പഠിക്കണം. ആഴത്തിൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ സമയവും നമുക്ക് ആവശ്യമുണ്ട്. എങ്കിലും ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങളുടെ ചെറിയ സംശയങ്ങൾക്ക് ഉത്തരം നൽകാൻ പറ്റി. അപ്പം നമുക്ക് പ്രത്യേകിച്ച് സഭയുടെ പഠനങ്ങളിൽ ഇപ്പോഴും മുന്നോട്ട് പോകാനും അതിന് നമുക്ക് ആകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചതിനും പണ്ട് എല്ലാവർക്കും പ്രത്യേകിച്ച്. ഓക്കെ, താങ്ക് യു.